ഇതെങ്ങനെ സിനിമയാക്കും എന്നുള്ളതായിരുന്നു ആദ്യത്തെ കൺഫ്യൂഷൻ. ഒരിക്കലും നടക്കുമോ ഇല്ലയോ എന്നറിയാത്ത കുറേ കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളുടെ സാങ്കല്പികമായിട്ടുള്ളൊരു സ്ഥലം, അവിടെ കുറേ പട്ടികൾ, ലീഡിങ് ക്യാരക്ടേഴ്സിൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് അഭിനയിക്കണം, പട്ടികൾ അഭിനയിക്കണം. പിന്നെ ഇതിൽ എഴുതപ്പെട്ട സ്ഥലങ്ങൾ കണ്ടെത്തുക, അത് കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് വലിയൊരു വെല്ലുവിളി. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ ഷൂട്ട് നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതൊക്കെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഈ പൽചക്രമില്ലേ, പൽചക്രം അതുകൂട്ട് മലകളിലെ ഒരു പൽചക്രമായ ഏരിയ ഇങ്ങനെ പിളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഉച്ച കഴിഞ്ഞാൽ ഒരു 4 മണിയോടുകൂടി കഴിഞ്ഞാൽ ഇടിയും മിന്നലും വരും. അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ പല ദിവസങ്ങളായിട്ട് പലർക്കും ചെറിയ രീതിയിൽ ഏറ്റിട്ടുമുണ്ട്. അതിൽ 1-2 പേർക്ക് ഇത്തിരി കൂടുതലായും ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. അത്രയും റിസ്ക് ചെയ്തിട്ടാണ് ആ ഷൂട്ടുകൾ ചെയ്തിട്ടുള്ളത്. ലിസ്റ്റ് പോകുമ്പോഴത്തേന് ഒരു 9 മണി 10 മണിയാവും. അത് പോയി ഒരു കുറച്ച് നേരം ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് മഴ തുടങ്ങി അത് ഒന്ന് ഒതുങ്ങുമ്പോഴത്തേന് വീണ്ടും മിസ്റ്റ് വരും. മിസ്റ്റ് വന്നിട്ട് പിന്നെ അപ്പോഴേക്കും ഞങ്ങളുടെ ടെറൈൻ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. അതായത് കംപ്ലീറ്റ് നനഞ്ഞ് കിടക്കുകയായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്ത സീനിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടില്ല. പിന്നെ അത് ഉണങ്ങിയതിന് ശേഷമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും നനഞ്ഞ് കിടക്കുന്ന വേറൊരു സീക്വൻസ് ചെയ്യാൻ പോകും. അത് ചെയ്യാൻ പോകുമ്പോഴത്തേന് മഴ മാറും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു ദിവസങ്ങളിൽ കുറഞ്ഞ സമയമാണ് ഞങ്ങൾക്ക് ഷൂട്ടിന് കിട്ടിയിട്ടുള്ളത്. എക്കോയെക്കുറിച്ച് എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും നമ്മൾ വാചാലനാവും. കാരണം അത്രയും അനുഭവങ്ങൾ, ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് പുതിയ അനുഭവങ്ങൾ, പുതിയ പാഠങ്ങൾ നൽകിയ ഒരു സിനിമയാണ്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഷാഫി ചെമ്മാട് എന്നാണ്. മലപ്പുറം ജില്ലയിലെ ചെമ്മാടാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള നിറഞ്ഞ സദസ്സുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എക്കോ എന്ന സിനിമയുടെ മോഷൻ കൺട്രോളറാണ്. ദിഞ്ചിത്തും ബാഹുലും എല്ലാം അവരുടെ ആദ്യ പടമായ കക്ഷിയമണിപ്പിള്ള ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന തൊട്ടുള്ള ഒരു സൗഹൃദമാണ് എന്നെ ഇപ്പോൾ ഈ എക്കോയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവരതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ റെഡിയായ ഉടനെ തന്നെ എനിക്കത് അയച്ചു തരികയും അത് വായിക്കാൻ പറഞ്ഞു. അത് വായിച്ചതിന് ശേഷം ആണ് പിന്നീട് അവർ നാട്ടിൽ നിന്നും വന്നത് കൊച്ചിയിലേക്ക്. ദിഞ്ചിത്ത് ചെന്നൈയിലാണ്. അവിടെ നിന്ന് വന്നു. ബാഹുല് അദ്ദേഹത്തിൻ്റെ നാടായ പയ്യന്നൂരിൽ നിന്ന് വന്നു. പിന്നീട് ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷേ ഇതെങ്ങനെ സിനിമയാക്കും എന്നുള്ളതായിരുന്നു ആദ്യത്തെ കൺഫ്യൂഷൻ. ഒരിക്കലും നടക്കുമോ ഇല്ലയോ എന്നറിയാത്ത കുറേ കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളുടെ സാങ്കല്പികമായിട്ടുള്ളൊരു സ്ഥലം, അവിടെ കുറേ പട്ടികൾ മറ്റേ അതിലെ ലീഡിങ് ക്യാരക്ടേഴ്സിൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് അഭിനയിക്കണം, പട്ടികൾ അഭിനയിക്കണം. പിന്നെ ഇതിൽ എഴുതപ്പെട്ട സ്ഥലങ്ങൾ കണ്ടെത്തുക, അത് കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് വലിയൊരു വെല്ലുവിളി. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ ഷൂട്ട് നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതൊക്കെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. അങ്ങനെ ആദ്യം ചില റെഫറൻസ് ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ വന്നിരുന്ന വീഡിയോസും കണ്ട് ആ സ്ഥലങ്ങളിലേക്കായി യാത്ര. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും പുതിയ ഐഡിയാസ് വരും. നമുക്ക് ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഒക്കെ പുതിയ ഐഡിയകൾ വരും. അപ്പോൾ ഇങ്ങനെയും കൂടിയുള്ളൊരു സ്ഥലം കണ്ടാൽ നന്നായിരിക്കും എന്ന് പറയും. അപ്പോൾ അത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയും. അങ്ങോട്ട് യാത്ര പോകും. അവിടെ കാണുമ്പോൾ പുതിയൊരു സ്ഥലം കാണുന്നു. അവിടെ നിന്ന് പുതിയ കുറച്ച് ഐഡിയാസ് വരും. അങ്ങനെ കേരളത്തിലുള്ള ഒട്ടുമിക്ക മലകളും കുന്നുകളും എല്ലാം ഫോറസ്റ്റുകളും എല്ലാം കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവസാനമാണ് നമ്മൾ ഇടുക്കി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ആയിട്ട് നമ്മുടെ ലൊക്കേഷൻസ് ഫൈൽ ചെയ്തത്. നമ്മളെല്ലാം ഒട്ടുമിക്ക ആളുകളും സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി നമ്മൾ തിരിച്ചു വരും. അതിന് തൊട്ടപ്പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളും, റോഡില്ല, വഴിയില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ട് അങ്ങനെ നോർമലി ആരും പോകാറില്ല. ആ സ്ഥലങ്ങളാണ് നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സിനിമയിൽ പുതിയ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടിയതും. പിന്നെ ഈ സിനിമയുടെ വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിലെ ഡോഗ്സ് ആയിരുന്നു. ഒരേ ഇനത്തിൽപ്പെട്ട ഒരേ കളറുള്ള ഏകദേശം 10ഓളം പട്ടികൾ നമുക്ക് സ്ഥിരമായിട്ട് വേണം. അത്
അതെല്ലാം തന്നെ ഇതിലെ മേജർ ക്യാരക്ടേഴ്സ് പറയുന്നതെല്ലാം അനുസരിക്കുന്ന, നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന, ഷൂട്ടിങ്ങിന് തയ്യാറായിട്ട് ഉള്ള പട്ടികളെ വേണം. ആളുകളെ കണ്ടാൽ വിരളാൻ പാടില്ല, നമ്മൾ പറയുന്ന ആജ്ഞകൾ അനുസരിക്കണം. അത് ഈ സിനിമ കണ്ടവർക്കറിയാം. ഈ സിനിമയുടെ ആദ്യാവസാനം ഉള്ള ഇതിലെ മേജർ ആർട്ടിസ്റ്റുകളെക്കാളും പ്രാധാന്യമുള്ളത് ഇതിലെ പട്ടികൾക്കാണ്. അപ്പോൾ ആ പട്ടികളെ കണ്ടെത്തുക, ഇതിലെ ആർട്ടിസ്റ്റുകളിലേക്ക് എത്തുക എന്നതിനേക്കാളും വലിയ വെല്ലുവിളിയായിരുന്നു ഇതിലെ ഡോഗ്സിനെ കണ്ടെത്തുക എന്നുള്ളത്. അത് ഒരേ ഇനത്തിൽപ്പെട്ട, ഒരേ കളറുള്ള, അഗ്രസീവ് ആവാത്ത പട്ടികളെ കിട്ടണം. എന്നാൽ അഗ്രസീവായിട്ട് അഭിനയിക്കുകയും വേണം. ഓരോടി ചെല്ലുമ്പോഴും പെട്ടെന്നൊരു നായ കാട്ടിൽ നിന്ന് വന്ന് വട്ടം നിൽക്കും. ഇവര് വിടുന്നില്ല ചേട്ടത്തി. ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ എവിടെ വേണമെന്ന് തീരുമാനിച്ച് അടുത്ത ഘട്ടം തന്നെ പാരലായിട്ട് ഞങ്ങൾ ഈ ഡോഗ്സിലേക്കുള്ള അന്വേഷണമായിരുന്നു. അത് അവസാനം ഈ കൊമ്പൈ ഇനത്തിൽപ്പെട്ട പട്ടികളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഡോഗ് ട്രെയിനർ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ അത്രയും ഡോഗ്സ് ഇല്ല. നമുക്ക് കിട്ടിയാൽ റെഡിയാക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് തമിഴ്നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ ഡോഗ്സ് ഉണ്ട് എന്നറിഞ്ഞു. എന്നാൽ ആരുടെ കയ്യിലാണ് ഉള്ളത് എന്നറിയില്ല. അങ്ങനെ ഞങ്ങളുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ അതിനുവേണ്ടി നിയോഗിച്ചു. അദ്ദേഹം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അവിടെ നടക്കുന്ന ഡോഗ് ഷോകളിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി ബ്രീഡേഴ്സിനെ കണ്ടു. ആരുടെ കയ്യിലൊക്കെയാണ് ഇത് ഉള്ളത് എന്ന് അറിഞ്ഞു. അവരെ എല്ലാം കണ്ടു. വിവിധ ആളുകളിൽ നിന്നായിട്ട് ഏകദേശം 40ഓളം ഡോഗ്സിനെ അദ്ദേഹം ഷോർട്ട് ലിസ്റ്റിൽ എടുത്തു. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രായപരിധി ഉണ്ട്. നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രായപരിധിയിൽപ്പെട്ട, ഒരുപാട് പ്രായമായ ഡോഗ്സിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല, അവരനുസരിക്കില്ല. അപ്പം ആ പ്രായപരിധിയിൽപ്പെട്ട ഡോഗ്സിനെ അവൻ കണ്ടെത്തിയിട്ട് നമ്മുടെ ഡോഗ് ട്രെയിനറെ പിന്നീട് ആ 40ഓളം വരുന്ന ഡോഗ്സിനെ കൊണ്ടുപോയി കാണിക്കുകയും അതിൽ നിന്ന് അദ്ദേഹം ഏറ്റവും ഇതിന് യോജ്യമായ 10 ഡോഗ്സിനെ സെലക്ട് ചെയ്ത് ഞങ്ങളതിനെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് ഒരു ഏക്കറിലേറെ അധികം സ്ഥലം ഞങ്ങൾ ലീസിനെടുത്ത് അവിടെ ഇതിന് വേണ്ട കൂടുകളും മറ്റു സൗകര്യങ്ങളും ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഒരുക്കി അവിടെയാണ് ഒരു 1.5 മാസത്തോളം ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യിച്ചത്. പക്ഷേ എന്നാലും പൂർണ്ണമായിട്ടും എല്ലാ ഡോഗ്സിനും കൂടി ട്രെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പർട്ടിക്കുലറായിട്ട് ഓരോരോ സീക്വൻസുകളും ഈ 2 ഡോഗ്സിനെ വെച്ചിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് ആണ്. ജിതേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് പറഞ്ഞ സമയത്ത് ഈ ഷൂട്ട് തീർക്കാൻ പറ്റിയത്. ഡോഗ്സിനെ ഓരോ സീനും അദ്ദേഹം ഓരോരോ ടെക്നിക്കുകളിലൂടെയായിരുന്നു അവരെ കൊണ്ട് ചെയ്യിച്ചെടുത്തത്. ഞങ്ങൾ പോലും വളരെയധികം അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സീനും അദ്ദേഹത്തെ ഞങ്ങൾ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അത്രയും അധികം ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഡോഗ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് പ്ലാൻ എ, പ്ലാൻ ബി എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്ലാൻ എ പാളിക്കഴിഞ്ഞാൽ പ്ലാൻ ബിയിൽ നോക്കും. അത് പക്ഷേ ഡോഗിനെ കൊണ്ടല്ല, ഞങ്ങളുടെ ക്യാമറ മൂവ്മെന്റും മറ്റും ഒക്കെയാണ് ഞങ്ങൾ മാറ്റുക. ആർട്ടിസ്റ്റിന്റെ വരുന്നതും മറ്റതൊക്കെ ആയിട്ടുള്ളത് ഡോഗ്സിന് കുറച്ചും കൂടി കൺവീനിയൻ്റായ ഒരു രീതിയിൽ അതിനെ മാറ്റിയിട്ടാണ് പ്ലാൻ എയും പ്ലാൻ ബിയും എല്ലാം ചെയ്തത്. പക്ഷെ അധികം ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല. പ്ലാൻ എകൾ തന്നെ മാക്സിമം ഞങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിൽ അധികം നല്ല ഔട്ട്പുട്ട് ഡോഗ്സ് തന്നു. അതുകൊണ്ട് തന്നെയാണ് വിചാരിച്ചതുപോലെയുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത്. പിന്നെയുള്ളത് ഈ ലൊക്കേഷൻ കണ്ടെത്തി കഴിഞ്ഞാലും അവിടെ മേക്ക് ചെയ്യുക, വീട് ഉണ്ടാക്കുക. ഈ കഥയിൽ എഴുതിയതുപോലെ ഒരുപാട് ഫെസിലിറ്റി ഉള്ള വീട്, അതിൻ്റെ തട്ടുംപുറം വേണം, അതിൻ്റെ സൈഡിൽ കുറച്ച് അപ്പുറത്തൊരു പാറ വേണം, പാറയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന മലകൾ വേണം, വീട്ടിലേക്ക് വരുന്ന വഴി അങ്ങനെ ആയിരിക്കണം. എല്ലാം സ്ക്രിപ്റ്റിൽ ഓരോ പോയിന്റും അത്രയും ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. നാച്ചുറലി അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു സ്ഥലം ഒരിക്കലും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പം പിന്നെ സെറ്റ് ഇടുക എന്നുള്ളതാണ്. ആ വീട്, അതുപോലെ തന്നെ കവല, ജോസ്ഗിരി കവലയിൽ നിന്നും തിരിഞ്ഞു പോകുന്ന കാട്ടുകുന്നിലേക്കുള്ള വഴി, അതിലൂടെ പോകുന്ന ലോറികൾ ഇടക്ക് നിർത്തി ചായ കുടിക്കുന്ന ഒറ്റപ്പെട്ട കടകളുള്ള ഒരു കവല, അധികം തിരക്കില്ലാത്ത എന്നാൽ വളരെ ശാന്ത സ്വഭാവത്തോടു കൂടിയുള്ള കവല, അതിനോടനുബന്ധിച്ച് ഒരു പുഴയിലേക്ക് ഇറക്കി ലോറിക്കാരെല്ലാം കുളിക്കുന്നു, എല്ലാം ഉള്ള ഒരു കവല. ഇത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അത് കണ്ടെത്തി അവിടെ സെറ്റിട്ടു. വളരെ മനോഹരമായിട്ട് അത് വിഷ്വലിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് മലേഷ്യ.
മലേഷ്യയായിട്ട് കാണിക്കുന്ന സ്ഥലം. അതും ഇതുപോലെ തന്നെയാണ്. ക്യാമറമാൻ്റെയും ആർട്ട് ഡയറക്ടറുടെയും സംവിധായകൻ്റെയൊക്കെ മനസ്സിലുള്ളതുപോലത്തെ ആ എനിക്ക് തോന്നുന്നു 45 കാലഘട്ടത്തിലുള്ള ഒരു മലേഷ്യ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ആ ശ്രമം വിജയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആളുകളുടെ മെസ്സേജുകളും പ്രതികരണങ്ങളും കാണുമ്പോൾ. അപ്പം ഒരു കൂട്ടായ്മയുടെ വിജയം, ഒരു പറ്റം ആളുകളുടെ ഇതൊരാളുടെ വിജയമല്ല, ഒരു കൂട്ടായ്മയുടെ വിജയമാണ് എക്കോ എന്ന സിനിമക്ക് പിന്നിലുള്ളത്. അപ്പോൾ എക്കോയെക്കുറിച്ച് എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും നമ്മൾ വാചാലരാകും. കാരണം അത്രയും അനുഭവങ്ങൾ, ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് പുതിയ അനുഭവങ്ങൾ, പുതിയ പാഠങ്ങൾ നൽകിയ ഒരു സിനിമയാണ് ഇത്. അതിൽ അത്രയും അതിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൻ്റെ ക്യാമറമാന്, അതിൻ്റെ ഡയറക്ടർ, ആർട്ട് ഡയറക്ടർ, മറ്റുള്ളവരെല്ലാം ഒരേ മനസ്സോടുകൂടി ഒരേ സ്നേഹത്തോടു കൂടി അത് മുന്നേറിയത് കൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അവിടുത്തെ ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത് കാലാവസ്ഥയായിരുന്നു. അപ്പോൾ വലിയൊരു മലയുടെ മുകളിലായിരുന്നു. ആ മലക്ക് നേരെ ഓപ്പോസിറ്റ് 2 മലകൾ ഉണ്ട്. ആ മലകൾക്കിടയിലൂടെ വരുന്ന കാറ്റ് ഞങ്ങളുടെ മലയുടെ തൊട്ട് താഴെ കൂടെ റോഡ് പോകുന്നുണ്ട്. ആ റോഡ് അവിടെ നിന്നും ചെക്കുത്തായ ഒരു കയറ്റമാണ് ഞങ്ങളുടെ മലയുടെ. അപ്പോൾ ഇവിടെ കാറ്റടിച്ച് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് വന്നിട്ട് വരികയാണ്. അത് അതിഭീകരമാണ്. അത് നോർമലി ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നന്നായിട്ട് ഭയപ്പെട്ടു. വീടിൻ്റെ മേൽക്കൂര അടക്കം പൊങ്ങിപ്പോവുകയും ഞങ്ങൾ നട്ടുപിടിപ്പിച്ച മുളങ്കൂട്ടങ്ങൾ മറിഞ്ഞു വീഴുക, ഓടുകൾ പാറിപ്പോവുക, തൊട്ടടുത്ത് ഫുഡ് കഴിക്കാനും ആളുകൾക്ക് ഷൂട്ടില്ലാത്തവർക്ക് വിശ്രമിക്കാനായിട്ടുണ്ടായിരുന്ന ഷെഡ് കാലടക്കം പിഴുതുകൊണ്ട് പോകുന്ന തരത്തിലുള്ള കാറ്റുകളായിരുന്നു. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞാൽ ഇതുപോലത്തെ കാറ്റുകളാണ്. പിന്നെ ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് ശീലമായി. എക്സ്റ്റീരിയർ ഷൂട്ടിന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കാറ്റും സ്പ്രേ പോലത്തെ മഴയും ആയിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ അതുപോലെ തന്നെ മിന്നൽ, ഏറ്റവും കൂടുതൽ കേരളത്തിൽ മിന്നലടിക്കുന്ന സ്ഥലമാണ് ആ ഏരിയ. ഞങ്ങൾ ഷൂട്ട് ചെയ്ത ആ വീട് സെറ്റിട്ട ഏരിയ ഒക്കെ അതാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഒരു 4 മണിയോടുകൂടി കഴിഞ്ഞാൽ ഇടിയും മിന്നലും വരും. അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ പല ദിവസങ്ങളായിട്ട് പലർക്കും ചെറിയ രീതിയിൽ ഏറ്റിട്ടുമുണ്ട്. അതിൽ 1-2 പേർക്ക് ഇത്തിരി കൂടുതലായും ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. അത്രയും റിസ്ക് ചെയ്തിട്ടാണ് ആ ഷൂട്ടുകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഷൂട്ടിംഗ് ടൈം വളരെ കുറവായിരുന്നു ഞങ്ങൾക്ക്. രാവിലെ വരുമ്പോൾ കംപ്ലീറ്റ് മിസ്റ്റായിരിക്കും. മിസ്റ്റ് പോകുമ്പോഴത്തേന് ഒരു 9 മണി 10 മണിയാവും. അത് പോയി ഒരു കുറച്ച് നേരം ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് മഴ തുടങ്ങി അത് ഒന്ന് ഒതുങ്ങുമ്പോഴത്തേന് വീണ്ടും മിസ്റ്റ് വരും. മിസ്റ്റ് വന്നിട്ട് പിന്നെ അപ്പോഴേക്കും ഞങ്ങളുടെ ടെറൈൻ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. അതായത് കംപ്ലീറ്റ് നനഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്ത സീനിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടില്ല. പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും നനഞ്ഞു കിടക്കുന്ന വേറൊരു സീക്വൻസ് ചെയ്യാൻ പോകും. അത് ചെയ്യാൻ പോകുമ്പോഴത്തേന് മഴ മാറും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു ദിവസങ്ങളിൽ കുറഞ്ഞ സമയമാണ് ഞങ്ങൾക്ക് ഷൂട്ടിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഈ മഴ മാറി മഞ്ഞ് മാറി ഷൂട്ടിന് വരുമ്പോൾ ഞങ്ങളുടെ ഡോഗ്സിൻ്റെ മൂഡ് ശരിയാവണം. അവരെ രാവിലെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടാവും ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ മൃഗങ്ങളാണെങ്കിലും ഒരുപാട് ഇതിനു വേണ്ടി ഇരുന്ന് ഈ മഴയും മഞ്ഞും കൊണ്ട് കണ്ട് അവർ രാവിലെ ഫ്രഷ് മൂഡിലാവുമ്പോൾ ഇതെല്ലാം ഓക്കെയാണ്. ഒരു ഉച്ചയോട് കൂടുമ്പോൾ തന്നെ ഇവർക്കും മടുക്കും. പിന്നെ പറഞ്ഞാൽ കേൾക്കില്ല. അതൊരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ അന്യഭാഷ ആർട്ടിസ്റ്റുകൾ, അവരെ മലയാളം പഠിപ്പിക്കണം. നമ്മൾ പറയുന്നത് പോലത്തെ ഒരു രീതിയിലെ കൊണ്ട് അവരോട് സംഭാഷണ രീതികൾ കൊണ്ടുവരണം. അവർ പറയുന്ന ആ രീതി വെച്ചുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് അഭിനയിക്കുന്നവർ അതിനെ മാച്ച് ചെയ്ത് അഭിനയിക്കണം. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ ഓപ്പോസിറ്റുള്ള ഒരാൾ കറക്റ്റ് മറുപടി പറഞ്ഞാൽ മാത്രമാണല്ലോ ഇവർക്കും അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എല്ലാം വെച്ചിട്ട് നല്ല വെല്ലുവിളി തന്നെയായിരുന്നു ആ ഷൂട്ട് ഉണ്ടായിരുന്നത്. നമുക്ക് നോർമൽ റോഡിൽ ഇറങ്ങി അവിടെ നിന്നും 4 വീൽ ജീപ്പിൽ ഓഫ് റോഡ് കിലോമീറ്ററുകളോളം പോയി
അവിടെ നിന്നും ജീപ്പുകൾ പോകുന്ന ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും കാൽനടയായിട്ട് നടന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. പലപ്പോഴും ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ മറ്റേ ചപ്പാത്തി റോൾ ചെയ്തിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളായിരിക്കും ഞങ്ങൾക്ക്. കാരണം ചോറും കറികളും ഒന്നും അത്രയും പാക്ക് ചെയ്ത് കൊണ്ടുവരൽ പ്രായോഗികമല്ല. കറികൾ കൊണ്ടുവരിക, ബക്കറ്റിൽ ഇത്ര ആൾക്കാർക്കുള്ളത്. അപ്പോൾ റോളുകളും മറ്റുമാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും അധികം ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇങ്ങനെ കുപ്പിയിൽ വരുന്ന ജ്യൂസ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ആ ടെക്നീഷ്യന്മാരൊക്കെ ചെയ്തത്. കാരണം രാവിലെ ഞങ്ങൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ വന്ന ഉടനെ തന്നെ കഴിച്ചിട്ട് മല കയറി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ഈ പറയുന്ന ചപ്പാത്തി റോളോ അല്ലെങ്കിൽ ചിക്കൻ റോൾ, ബ്രെഡ് ഓംലെറ്റ് പോലത്തെ സാധനങ്ങൾ കൊണ്ടുവരും. ഇത് കഴിച്ചിട്ടാണ് പിന്നെ വൈകിട്ട് തിരിച്ചു വന്ന് ഇറങ്ങിയിട്ടാണ് അടുത്ത ഭക്ഷണം രാത്രി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് കഴിക്കുന്നത്. നോർമലി ഷൂട്ടിങ്ങിന് ഇടക്കിടക്ക് പല വിഭവങ്ങളും വരും, പല ജ്യൂസുകൾ, ഫ്രൂട്ട്സ്, മറ്റുള്ള അങ്ങനത്തെ എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇതിലെ വർക്കേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ളത്. നോർമലി ഒരു സിനിമയുടെ വർക്ക് അതിൻ്റെ സെൻസറിങ് തീരുന്നതോടുകൂടി പ്രൊഡക്ഷൻ കൺട്രോളർ അവരുടെ ടീമിൻ്റെ തീർന്നു എന്നുള്ളതാണ് കണക്ക്. പിന്നെ അതിൻ്റെ പ്രൊമോഷൻ ടീമുകളെ സഹായിക്കും. പ്രൊമോഷന് ഓരോ ടീമുകൾ ഉണ്ടാവും, ഒരു പിന്നിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും, അവരെ സഹായിക്കാറുണ്ട്. സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കും, അതിനുള്ള വെന്യൂ അറേഞ്ച് ചെയ്ത് കൊടുക്കും, ഇൻ്റർവ്യൂസിനും മറ്റുള്ള അവർക്ക് ട്രാവലിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു സിനിമ എനിക്ക് സ്പെഷ്യലായിരുന്നു. ഈ സിനിമ എന്നല്ല, എല്ലാ സിനിമകളും സ്പെഷ്യൽ തന്നെയാണ്. ഞാൻ പിന്നെ ഒരു സമയത്ത് ഒരു സിനിമയെ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. അതിൻ്റെ പൂർണ്ണത എത്തിയിട്ട് അടുത്ത സിനിമയിലേക്ക് പോകാറുള്ളൂ. പ്രൊഡക്ഷൻ കൺട്രോളറുടെ ജോലിക്കൊരു പരിധിയൊന്നുമില്ല. എന്നാലും പക്ഷെ കണ്ടുവരുന്നത് സെൻസറിങ് കഴിയുന്നതോടുകൂടി നമ്മുടെ ജോലി തീരും. ആ സിനിമയുമായിട്ട് ബന്ധമുള്ള എല്ലാവരുടെയും ജോലി തീർന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ പൂർണ്ണമായിട്ടും അത് പ്രൊഡ്യൂസറുടെ ഒരു അസറ്റാണ്. പക്ഷേ അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളിലും മറ്റുമൊക്കെ ആയിട്ട് എല്ലാവരും പങ്കെടുക്കാറുണ്ട്. ഇപ്പം ഡയറക്ടറും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവരും അതുപോലെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രയത്നിക്കാറുമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളും അതിൻ്റെ പ്രൊമോഷൻ പരിപാടികൾക്കെല്ലാം സജീവമായിട്ട് ഉണ്ടാവാറുണ്ട്. ഞാൻ ചെയ്യുന്ന പടങ്ങൾക്കെല്ലാം ഞാൻ ഉണ്ടാവാറുണ്ട്. എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഷൂട്ട് കഴിയുന്നതോടുകൂടി പോവാറില്ല. ഞാൻ ഒരു സമയത്ത് ഒരു സിനിമയെ ചെയ്യാറുള്ളൂ. അത് പ്രീ ഷൂട്ട് ചെയ്തു, അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞു, പ്രൊമോഷൻ കഴിഞ്ഞു, അത് തിയേറ്റർ കളിക്കും, അതിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞതിന് ശേഷമേ ഞാൻ മറ്റൊരു പരിപാടിയിലേക്ക് ജോയിൻ ചെയ്യാറുള്ളൂ. അപ്പോഴേ ഒരു പൂർണ്ണത കിട്ടുള്ളൂ, ആ സിനിമയുടെ പൂർണ്ണത കിട്ടുള്ളൂ. നമ്മൾ വർക്ക് ചെയ്തു എന്ന് അഭിമാനത്തോടു കൂടി പറയണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ അതിന് സാധിക്കുള്ളൂ. ഈ സിനിമക്ക് കുറച്ചധികം അതായത് നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു പ്രൊഡ്യൂസറും ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അതിൻ്റെ DOP എല്ലാവരും ഒരു കുടുംബം പോലെ, സ്ഥിരം പറയുന്ന പോലെ ഒരു കുടുംബം പോലെ എന്നുള്ളതല്ല, കൂട്ടുകാരായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുമിച്ച് രാവിലെ വർക്കിന് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും ശരി, പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ശരി, അതിൻ്റെ പ്രൊമോഷൻ പരിപാടികൾക്കാണെങ്കിലും ശരി, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ജോലിയായിട്ട് തോന്നിയില്ല, ഞങ്ങളൊരു സൗഹൃദ കൂട്ടായ്മയായിട്ട് ഞാൻ അതിനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് തന്നെ ചെന്നൈയിൽ പോയി, ബോംബെ പോയി, ദുബായിൽ പോയി, കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളും പോയി. ഞങ്ങളൊരു എന്താ പറയുക, പിക്നിക് പോലെ തന്നെ അതിന് കണക്കാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ജോലിയുടെ സമയപരിധിയിൽ പെട്ടത് എന്നില്ലായിരുന്നു. അപ്പം അപ്പോഴേ അതിന് പൂർണ്ണത വരുള്ളൂ. അപ്പോൾ ഈ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന മറ്റൊരു സിനിമ എല്ലാം പൂർത്തിയായപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു ഞങ്ങളൊരു കാഴ്ചപ്പാട് നല്ലൊരു പടമായിരിക്കും, പക്ഷെ അത് സാധാരണക്കാരനെ എങ്ങനെ എടുക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. പക്ഷേ നമ്മൾ ഒരു മോശം പ്രൊഡക്റ്റ് അല്ല ചെയ്തിട്ടുള്ളത്, ഒരു നല്ല പ്രൊഡക്റ്റാണ്. പക്ഷെ അത് കൊമേഴ്ഷ്യലി എങ്ങനെയാവുന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതല്ല അല്ല. ഇപ്പോൾ നമ്മുടെ മലയാളികൾ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ട് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും ഹിന്ദിയിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നും എല്ലാം അതിൻ്റെ റിവ്യൂസും മെസ്സേജസും നമുക്ക് വരുന്ന മെസ്സേജസൊക്കെ അത്ര വലുതാണ്. ഇപ്പം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ OTTകളിൽ വിവിധ ഭാഷകളിലുള്ള ഒരുപാട് നല്ല നല്ല പടങ്ങൾ കണ്ട് അവരുടെ ആസ്വാദന നിലവാരം ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുന്നതായാലും നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ
ആളുകൾക്ക് ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെല്ലാം. വളരെ ചുരുക്കം പല ആളുകൾ മാത്രമേ ഇത് മനസ്സിലായില്ല, അത് മനസ്സിലായില്ല, ഇത് മനസ്സിലായില്ല എന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ അവർക്കുള്ള മറുപടികൾ കണ്ട പ്രേക്ഷകർ തന്നെ പലപ്പോഴും മെസ്സേജുകളിലൂടെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് മറുപടി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇതിന്റെ പ്രൊഡ്യൂസർക്ക് പോലും പടം കഴിഞ്ഞിട്ട് ചെറിയ 1-2 ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അത് രണ്ടാമത് പ്രാവശ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് കുറെ കൂടി ക്ലാരിറ്റി വന്നു. എഴുതിയ ആള് മറ്റേ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ അതിനെ പുള്ളിയുടെ ഭാവനക്കനുസരിച്ച് മാറ്റാൻ സാധിച്ചു. ഇത് കണ്ട പലരും പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഓൺലൈനുകളിൽ വരുന്ന അതിനെക്കുറിച്ചുള്ള റിവ്യൂകളും ആളുകളുടെ നരേഷനും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അത് ഒരുപാട് ആളുകൾ ഇപ്പം ബാഹുലിന്റെ റൈറ്റിംഗ് ശൈലി എന്ന് പറയുന്നത് അത് അമേസിങ്, ഒന്നും പറയാനില്ല. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ കിളി പോയി. പക്ഷെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ സിനിമ കാണുന്നതല്ല, നമുക്ക് പേജ് ബാക്കിലോട്ട് മറിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നില്ലല്ലോ, ഒന്നും കൂടി 4 പേജ് കൂടി വായിച്ചിട്ട് നമുക്ക് പോകാം. പക്ഷെ സിനിമ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ബാക്ക് അടിച്ച് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്. പലരും 2-3 പ്രാവശ്യം കണ്ട ആളുകളെ എനിക്കറിയാം. അപ്പോൾ ചില ആളുകൾ ഇത് മനസ്സിലാവാത്ത ആളുകളും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് തന്റെ വിവരക്കേടാവോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് പോയി കണ്ടവരുണ്ട്. അത്രയും ഡീറ്റെയിലിംഗ് സ്ക്രിപ്റ്റ് ആയിരുന്നേ. ആ കാണുന്ന ഓരോ ആളുകളുടെയും പെർഫോമൻസും ഓരോ നടത്തവും ഓരോ ഡയലോഗിനിടയിൽ പോസ് പോലും, ആ സെറ്റുകൾ പോലും, അതിലെ ഓരോ പടിക്കെട്ടിനും വരെ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. ടോപ്സിന്റെ മൂവ്മെന്റ് എല്ലാത്തിനും അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ഉണ്ടായിരുന്നു. റെഫറൻസുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഒരു ബ്രില്യന്റ് നിര തന്നെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം എങ്ങനെ ചൂസ് ചെയ്തു ഇത്രയും എല്ലാം ഒരു വേസ്റ്റ് പോലും ഇല്ലാത്ത എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ്സും അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. ഇതിലെ ഓരോ പ്രോപ്സും മൈന്യൂട്ട് 45 കാലഘട്ടത്തിലെ അല്ലെങ്കിൽ 40 കാലങ്ങളിലെ മലേഷ്യയിൽ വീട്, അവിടുത്തെ ഓരോ പ്രോപ്സ്, അതിന്റെ വീടിന്റെ ശൈലി, അവരെ അടിച്ച നോർമലായിട്ട് തോന്നാവുന്ന മുറ്റത്ത് വെറുതെ ഇട്ട സാധനങ്ങൾക്ക് പോലും അത്രയും ഡീറ്റെയിലിംഗ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പലരും അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ എടുത്ത് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പലരും അയച്ചു തരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സും കണ്ണും നിറഞ്ഞു പോകുന്നുണ്ട്. ബാഹുലും രഞ്ജിത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കച്ചമണി പിള്ളയുടെ അതിലൂടെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റുമായിട്ടാണ് അവരാദ്യം എൻ്റെ അടുത്ത് വരുന്നത്. ബാഹുലിനെ എനിക്ക് അതിനും തൊട്ട് കുറച്ചുകൂടെ മുന്നേ അറിയാമായിരുന്നു. അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, ഗ്രേസി വില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാല പാർവതി ചേച്ചി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി നമ്മുടെ നല്ലൊരു സുഹൃത്താണ്. അപ്പം അവരഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം എന്നുള്ളതിലേക്ക് എനിക്കത് അയച്ചു തരികയും ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഞാൻ കിളിപോയി. ഇതിൻ്റെ അന്നത്തെ സമയത്ത് നമ്മൾ വലിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, വലിയ ബഡ്ജറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ തുച്ഛമായ ബഡ്ജറ്റിൽ വളരെ വളരെ നല്ല ക്വാളിറ്റിയിൽ അവർ ചെയ്തൊരു സാധനം കണ്ടപ്പോൾ ഇതെങ്ങനെ എനിക്കത് പഠിക്കണം. നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിലിൽ വലിയ ക്യാൻവാസിൽ ചെയ്യുന്നു, എങ്ങനെ അവർ ഇത്രയും ചുരുങ്ങിയ ചെലവിൽ ഇതൊക്കെ ചെയ്യുന്നു, ഇതിനൊക്കെ അവരിൽ നിന്നും പഠിക്കേണ്ട കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ആരെങ്കിലും നമ്പർ തരാൻ പറഞ്ഞപ്പോൾ ബാബുലിന്റെ നമ്പർ തന്നു. അന്ന് ബാബുലിനെ വിളിക്കുകയും ഞാൻ കണ്ട കാര്യവും അവരെങ്ങനെ മേക്ക് ചെയ്തു എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വ്യക്തിയാണെന്നുള്ളത് അദ്ദേഹം പിന്നീട് ഇതിന്റെ ഷൂട്ട് സമയത്ത് കച്ചമണി പിള്ളയുടെ ഷൂട്ട് സമയത്ത് എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വിളിച്ച വ്യക്തി ഇതായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പം അന്ന് തൊട്ടേ ബാഹുലിനും പിന്നെ ഇതിന്റെ കച്ചമണി പിള്ളയുടെ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ദിഞ്ജിത്തുമായിട്ടും ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവര് കിഷ്കിന്ധകാണ്ഡത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോഴും ഞാൻ കൊച്ചിയിൽ താമസിക്കുന്ന വീടിന് തൊട്ടടുത്തായിരുന്നു അവരുണ്ടായിരുന്നത്. അവരതിന്റെ വൈകുന്നേരങ്ങളിലെല്ലാം എൻ്റെ വീട്ടിൽ വരും, അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്തോട്ട് പോകും. അപ്പൊ ആ സൗഹൃദം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നിരുന്നു. പിന്നെ കിഷ്കിന്ധകാണ്ഡത്തിന്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് അവര് കുറച്ചു കാലം അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ച് നീണ്ടുപോയ സമയത്തും അവര് അതിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഹാപ്പിനെസ്സും എല്ലാം പറയാൻ വേണ്ടി വരുമായിരുന്നു. എൻ്റെ വീട്ടിൽ വരും, വൈകുന്നേരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും. അപ്പോൾ ഒരു സിനിമക്കപ്പുറം ഒരു കൂട്ടുകാരെ പോലെ, വളരെ അടുത്ത ഒരുപാട് കാലത്തെ ബന്ധമുള്ള കൂട്ടുകാരെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിനെ കുറിച്ചും പറയാനും
അല്ലെങ്കിൽ ഒരു ഡയറക്ടർ കൺട്രോളോട് പറയുന്നു, അല്ലെങ്കിൽ ഒരു കൺട്രോളോട് ഇത് നടക്കില്ല എന്ന് പറയുന്ന പോലെ പിന്നെ ഡയറക്ടറോട് പറയുന്നു, സ്ക്രിപ്റ്റ് റൈറ്ററോട് പറയുന്നു എന്നതുപോലത്തെ ഒരു ബന്ധമല്ല. ഇതുപോലത്തെ ഒരു ബന്ധമാണ് ബാഹുലും രഞ്ജിത്തും തമ്മിലുള്ളത്, ആ ഒരു ആത്മബന്ധം. അപ്പൊ അതുകൊണ്ട് ഓരോ സീനും ഞങ്ങൾ ഓരോ യാത്രകളിലും ഭക്ഷണം കഴിക്കുമ്പോഴും കിടന്നുറങ്ങാൻ പോലും കിടന്നതിന് ശേഷം പുതപ്പ് മൂടിയതിന് ശേഷം പോലും ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് അല്ല ആ സീന് നമുക്ക് അവിടെ ചെയ്യുന്നതിന് പകരം ഇവിടെ ചെയ്താൽ പോലെ നമുക്ക് ആ ഇതിനെ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ 3 പേരും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും ബാബുലും ഞാനും മാത്രമുള്ള സമയത്താണെങ്കിലും ഇതിനെക്കുറിച്ച് തന്നെയാണ്. ഇതല്ലാതെ വേറെ സംസാരമില്ല. ഞങ്ങൾ എന്ത് ടോപ്പിക്കിലേക്ക് പോയി കഴിഞ്ഞാലും അവസാനം ഈ സിനിമയിലെ ഏതെങ്കിലും ഒരു സീനിലേക്ക് എത്തും. അല്ലെങ്കിൽ ഞങ്ങൾ വഴിയിലൂടെ യാത്ര പോകുമ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സാധനം കണ്ടു, അത് ഫോട്ടോ എടുത്തുകൊണ്ടായിരിക്കും. നമ്മളെ മറ്റേ വീട് ഇങ്ങനത്തെ റെഫറൻസ് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, കവലയിൽ ഇങ്ങനത്തെ ഒരു പാസിങ് വിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ ഓരോന്നും ഓരോരുത്തർ കിട്ടുന്ന അപ്പം തന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഇടും. അപ്പോൾ ഇതെല്ലാം ആ സൗഹൃദത്തിന്റെ ഔട്ട്പുട്ടാണത്. അല്ലാണ്ട് ഒരു ഡയറക്ടർ ഒരു കൺട്രോളോട് പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കൺട്രോളോട് പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടറോട് പറയുന്നു എൻ്റെ സീൻ ഇങ്ങനെ വേണം, എനിക്ക് ഇതേ പറ്റും എന്നല്ല. ഇത് സൗഹൃദ സംഭാഷണങ്ങളിലൂടെയാണ് പലതും അതിൽ വളർന്നു വന്നിട്ടുള്ളത്. അപ്പം എപ്പോഴും പണ്ടുള്ളവർ പറയാറുണ്ട് ഞങ്ങളുടെ മറ്റേ കൂട്ടായ്മയാണ് ഞങ്ങളുടെ പടങ്ങളുടെ വിജയം എന്നുള്ളത്. അതുപോലെ പഴയ സിനിമകളിലൊക്കെ ആ കൂട്ടായ്മയുടെ വിജയങ്ങളുണ്ടായിരുന്നു, പിന്നീട് എപ്പോഴോ അത് നഷ്ടപ്പെട്ടു. അതുപോലെ ഒരു ഡയറക്ടർ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ഒരു ആർട്ട് ഡയറക്ടർ, ഒരു കൺട്രോളർ, ഇതെല്ലാം ഉള്ള ഒരു കൂട്ടായ്മ, ഒരു സൗഹൃദത്തിന്റെ സദസ്സ്, ഒരു സൗഹൃദത്തിന്റെ മുകളിലുണ്ടായതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. അത് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വളരെ വലിയൊരു അടിത്തറ ഉണ്ടാക്കി, പക്ഷെ അതിനെ എങ്ങനെ അതിന്റെ മുകളിൽ കൊണ്ടുവരാം എന്നുള്ളത് ഈ കൂട്ടായ്മയാണ് നൽകിയിട്ടുള്ളത്. ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഇത് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യന്മാരുടെയും ഇടയിലുള്ള മീഡിയേറ്റർ. ഇവർക്കെല്ലാം ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസർ, ഇത് 3ഉം ആയിക്കഴിഞ്ഞാൽ പിന്നീട് അത് എങ്ങനെ നടപ്പിലാക്കും എന്നത് നടപ്പിലാക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അതിലേക്ക് വേണ്ട ആർട്ടിസ്റ്റുകളെ, സ്ക്രിപ്റ്റിന് ആവശ്യമായ ആർട്ടിസ്റ്റുകളെ ഇവർ ഏകദേശം നമുക്ക് വേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും, അവരെല്ലാം വിളിച്ച് അവരുടെ ശമ്പളം സംസാരിച്ച്, അതുപോലെ നമ്മളുടെ ടെക്നീഷ്യന്മാർ, മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂമർ, ആർട്ട് ഡയറക്ടർ, ക്യാമറമാൻ, അതുപോലെ എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, ഇതെല്ലാം ആരൊക്കെ വേണം എന്നുള്ള ഒരു ഐഡിയാസ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടായി. ഇവരെ എല്ലാം വിളിച്ച് അവരുടെ ശമ്പളം സംസാരിച്ച് ഓരോ സിനിമ തുടങ്ങേണ്ട ഓരോ ജോലിയുടെ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, യാത്രക്ക് വേണ്ട സൗകര്യങ്ങൾ, താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ, ഭക്ഷണം, അവർക്കുള്ള മെറ്റീരിയൽസ്, അവർക്ക് ജോലി ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ്, ഇപ്പം മ്യൂസിക് ഡയറക്ടറാണ്, ഈ പാട്ടുകാർ, അവർക്കുള്ള സ്റ്റുഡിയോസ്, ഓർക്കസ്ട്ര പരിപാടികൾ, അതുപോലെ ആർട്ട് ഡയറക്ടറാണെങ്കിൽ അവർക്ക് വേണ്ട ബിൽഡിംഗ് മെറ്റീരിയൽസ്, സെറ്റിങ്സിന് വേണ്ട മെറ്റീരിയൽസ്, അവർക്ക് സെറ്റ് ചെയ്യാനുള്ള ലൊക്കേഷൻസിൻ്റെ പെർമിഷൻസ്, പോലീസ് പെർമിഷൻ, ചിലപ്പോൾ കോർപ്പറേഷൻ്റെ പെർമിഷൻ വേണ്ടി വരും, വില്ലേജിൻ്റെ പെർമിഷൻ വേണ്ടി വരും, പിന്നെ പഞ്ചായത്തിൻ്റെ പെർമിഷൻ വേണ്ടി വരും, ചിലപ്പം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, വാട്ടർ അതോറിറ്റി ആയിരിക്കും, അത് ഫോറസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ എല്ലാ പെർമിഷൻ വന്നു. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഓരോ ദിവസം, അപ്പോൾ ഇന്ന് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, 2 ആർട്ടിസ്റ്റേ ഉണ്ടാവുള്ളൂ, നാളെ 10 ആർട്ടിസ്റ്റ് ആയിരിക്കും, മറ്റന്നാളെ 25 ആർട്ടിസ്റ്റും 1000 ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടാവും. അതിന് വേണ്ട സൗകര്യങ്ങൾ വേണം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കണം. അപ്പോൾ അവർക്ക് ഇപ്പോൾ 2 ആർട്ടിസ്റ്റ് ഉണ്ടാവുമ്പോൾ ആ 2 ആർട്ടിസ്റ്റിൻ്റെ ഫുഡ്, അത് 1000 ആർട്ടിസ്റ്റ് ആണെങ്കിൽ മറ്റേ 1000 ആർട്ടിസ്റ്റിൻ്റെ ഫുഡ് ഒരാൾക്ക് പോലും തികയാതാവരുത്, ഇവിടെ ഒരാളുടെ പോലും കൂടുതലാവരുത്. അപ്പം അങ്ങനെ ഈ വരുന്ന ഓരോരുത്തർക്കും അവർക്കുള്ള അക്കോമഡേഷൻ, യാത്രാ സൗകര്യങ്ങൾ, അവർക്കുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ലൊക്കേഷനിലാണെങ്കിലും, പിന്നെ അനിമൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പെർമിഷൻ, എന്നിത്യാദി എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എഡിറ്റിങ്ങിനുള്ള സൗകര്യങ്ങൾ, എഡിറ്റ് കഴിയുന്നതിനനുസരിച്ച് അത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പോകണം, സൗണ്ട് എഫക്ട്സിന് പോകണം, ഗ്രാഫിക്സ് വർക്കിന് പോകണം, CGക്ക് പോകണം, അതുപോലെ സെൻസറിനുള്ള പരിപാടികൾ സെറ്റ് ചെയ്യണം, ഡബിങ്ങിനുള്ള പരിപാടികൾ സെറ്റ് ചെയ്യണം. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആർക്കാണോ അതിൻ്റെ പരിപാടികൾ അറേഞ്ച് ചെയ്യണം. ഇത്യാദി
ഒരു പടത്തിന്റെ ചർച്ച തുടങ്ങുന്നത് മുതൽ അതിന്റെ തിയേറ്ററിൽ നിന്ന് പോരുന്ന വരെയുള്ള എല്ലാത്തിന്റെയും ഇടയിൽ നിൽക്കുന്നത്. ഇതിൽ പല ടെക്നീഷ്യന്മാരെയും ചിലപ്പോൾ ഡയറക്ടർ പോലും നേരിട്ട് കാണില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊക്കെ ഫോണിലൂടെ ആയിരിക്കും ഇവരെല്ലാം കാണുന്നതും ഇവരായിട്ടുള്ള നേരിട്ടുള്ള കോണ്ടാക്റ്റും ഉള്ളത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമായിരിക്കും. അപ്പോൾ ഒരു ആദ്യാവസാനമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ കഴിയുന്നതോടുകൂടി ചില ഡിപ്പാർട്ട്മെന്റിന്റെ പണി തീരും. ഷൂട്ട് തുടങ്ങുന്നതോടുകൂടി ചിലത് തുടങ്ങും. ചില ഡിപ്പാർട്ട്മെന്റുകൾ ഇന്നാവും. അത് ഷൂട്ട് തീരുന്നതോടുകൂടി പല ഡിപ്പാർട്ട്മെന്റിന്റെയും പണി തീരുന്നു. അതിന്റെ ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരായിട്ട് അതിന്റെ സെൻസറിങ് ചെയ്യുന്നതോടുകൂടി ഡയറക്ടർ അടക്കമുള്ളവരുടെ ജോലി തീരുകയാണ്. അപ്പോഴും ഇത് തിയേറ്ററിൽ എത്തുന്നവരെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ കൂടെ പണി തീരുന്നില്ല. അയാൾ പ്രൊഡ്യൂസറോടൊപ്പം തോളോട് തോള് ചേർന്ന് ഇതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചെയ്യാൻ പോകുന്നത് അഹമ്മദ് കബീർ പടമാണ്. ജൂണ് മധുരം, കേരള ക്രൈം ഫയൽ 1, 2 ഒക്കെ ഡയറക്റ്റ് ചെയ്ത മങ്കി ബിസിനസിന്റെ ബാനറിൽ പുള്ളി നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. അത് കാളിദാസ് ജയറാമാണ് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. അത് ഈ ജനുവരി 20 ആരംഭിക്കും. അതൊരു നല്ല, എനിക്ക് വളരെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ട, മനസ്സ് നിറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, കുറേ ചെറുപ്പക്കാരുണ്ട്. എന്താ പറയുക, ഒരു ലവ് സ്റ്റോറിയാണ്. മനസ്സ് നിറഞ്ഞ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു സാധനമാണ്. ഹാപ്പിയാണ് എപ്പോഴും. കഴിഞ്ഞ ദിവസം അതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, മെനി ഹാപ്പി റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പടത്തിൻ്റെ പേര് പോലെ തന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഉള്ള ഒരു ടീമാണ് മൊത്തത്തിൽ. അത് ഹാപ്പി ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് തീർക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ തന്നെ ആവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും അതെ, ടീമുകളെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഒരേ സമപ്രായക്കാരെ പോലെ തന്നെ ഒരേ വൈബോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ, അതിൻ്റെ സെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ, അണിയറ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാവരും ഒരേ മനസ്സോട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എക്കോക്ക് ശേഷം അതുപോലത്തെ ഒരു ടീമിനെ തന്നെ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. ഹാപ്പി.